സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നാളെ പരീക്ഷയുള്ളവർ ഈ ക്വസ്റ്റ്യൻസും കൂടി നോക്കി വയ്ക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഗ്രാമപഞ്ചായത്തുകളിൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി? ഭാരത് നെറ്റ്. ഗ്രാമപഞ്ചായത്തുകളിൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഭാരത് നെറ്റ്. 104 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ശ്രീനാരായണ ഗുരുവിന്റെ ഗ്രന്ഥം? ദൈവദശകം. ദൈവദശകമാണ് 104 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ശ്രീനാരായണ ഗുരുവിന്റെ ഗ്രന്ഥം ദൈവദശകം. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? മിഠായി. പദ്ധതിയുടെ പേര് മിഠായി. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടി? ഇരുപതിന പരിപാടി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ് ഇരുപതിന പരിപാടി. ഖുദായ് ഖിദ്മത് ഗാർഡ്സ് എന്ന സംഘടനയുടെ സ്ഥാപകൻ? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖുദായ് ഖിദ്മത് ഗാർഡ്സ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ബഖ്ത് ഖാൻ. ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ബഖ്ത് ഖാൻ എന്നിവരാണ് ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭജനമനുസരിച്ച് മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ? കാളി, ടിസ്റ്റ. കാളി, ടിസ്റ്റ എന്ന നദികളാണ് മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നത്. കാളി, ടിസ്റ്റ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമാക്കിയ ഭേദഗതി നിലവിൽ വന്ന വർഷമേത്? 2002. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമാക്കിയ ഭേദഗതി നിലവിൽ വന്നത് 2002. അന്തരീക്ഷ വായുവിലെ നൈട്രജന്റെ അളവ് എത്ര ശതമാനമാണ്? 78%. നൈട്രജൻ 78%. മഴവെള്ളത്തിന്റെ pH മൂല്യം എത്രയിൽ താഴെയാകുമ്പോഴാണ് അതിനെ അമ്ലമഴയായിട്ട് കണക്കാക്കുന്നത്? അമ്ലമഴ 5ൽ താഴുമ്പോഴാണ്. മഴവെള്ളത്തിന്റെ pH മൂല്യം 5ൽ താഴുമ്പോഴാണ് അമ്ലമഴയായിട്ട് കണക്കാക്കുന്നത്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിലും എത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് താപനില കുറയുന്നത്? 1 ഡിഗ്രി സെൽഷ്യസ്. 165 മീറ്റർ ഉയരത്തിൽ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിലാണ് ട്രോപ്പോസ്ഫിയറിൽ താപനില കുറയുന്നത്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി? 24ാം ഭേദഗതിയാണ്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഏതൊരു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24ാം ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കുവാനുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? 44ാം ഭേദഗതി. ഓപ്ഷൻ എ 44ാം ഭേദഗതി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ഓപ്ഷൻ ഡി, ഗവർണർ. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1918 1926 ഗുരു ശ്രീലങ്ക സന്ദർശിച്ചു.
1924 സെപ്റ്റംബറിൽ വൈക്കം സത്യാഗ്രഹ കാലത്ത് ഗുരു സത്യാഗ്രഹാശ്രമം സന്ദർശിച്ചു. മുനിചര്യ പഞ്ചകം എന്ന കൃതി ഗുരു രചിച്ചത് രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷമാണ്. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ഗുരു ശ്രീലങ്ക സന്ദർശിച്ചത് 2 പ്രാവശ്യമാണ്. 1918 1926. 1924 സെപ്റ്റംബറിൽ വൈക്കം സത്യാഗ്രഹ കാലത്ത് സത്യാഗ്രഹാശ്രമം സന്ദർശിച്ചു. ശരിയാണ്. മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചത് രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷമാണ്. 2026 ഏഷ്യൻ ഗെയിംസ് വേദി. 2026 ഏഷ്യൻ ഗെയിംസ് വേദി ജപ്പാൻ. നീതി ആയോഗ് ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സംസ്ഥാനം മിസോറമാണ്. ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനം മിസോറം. 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം ഓപ്ഷൻ സി ആണ്. യുണൈറ്റഡ് ബൈ യൂണിക്. ഓപ്ഷൻ സി യുണൈറ്റഡ് ബൈ യൂണിക്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഭൂവൽക്കവും മാന്റലിന്റെ ഉപരിഭാഗവും ചേർന്ന് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2 എന്നിവ ശരിയാണ്. ഭൂവൽക്കവും മാന്റലിന്റെ ഉപരിഭാഗവും ചേർന്ന് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ ചുറ്റി നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ പൊടിപടലങ്ങളെ വിളിക്കുന്ന പേര് ഓപ്ഷൻ ബി ആണ്. ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയസ്. ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയസ്. താഴെ നൽകിയിട്ടുള്ള അന്തരീക്ഷ പാളികളെ ഭൂമിയിൽ നിന്നുള്ള ഉയരത്തിന്റെ ക്രമത്തിൽ താഴെ നിന്നും മുകളിലേക്ക് ശരിയായിട്ട് രേഖപ്പെടുത്തിയത് ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഏറ്റവും താഴെയുള്ളത് ട്രോപ്പോസ്ഫിയർ ആണ്. ഏറ്റവും മുകളിലത്തെ പാളി എക്സോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അടുത്ത ചോദ്യം. റോംബിക് സൾഫറിന്റെ നിറം. റോംബിക് സൾഫറിന്റെ നിറം മഞ്ഞയാണ്. മഞ്ഞ. റോംബിക് സൾഫറിന്റെ നിറം മഞ്ഞ. IUPAC ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രിയുടെ ആസ്ഥാനം. IUPACയുടെ ആസ്ഥാനം സൂറിച്ച് ആണ്. സൂറിച്ച്. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ലെൻസുകൾ, പ്രിസങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ലെൻസുകൾ, പ്രിസങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഫ്ലിന്റ് ഗ്ലാസ്. ആൻജിയോഗ്രാം ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? ആൻജിയോഗ്രാം ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് സോഡിയം 24 ആണ്. സോഡിയം 24. ധാന്യകത്തിലില്ലാത്തതും മാംസ്യത്തിലെ പ്രധാന ഘടകവുമായ മൂലകം. ധാന്യകത്തിലില്ലാത്തതും മാംസ്യത്തിലെ പ്രധാന ഘടകവുമായ മൂലകം നൈട്രജൻ ആണ്. ഓപ്ഷൻ ബി നൈട്രജൻ. എത്ര വർഷം കൂടുമ്പോഴാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടത്തുന്നത്? 6 വർഷം കൂടുമ്പോഴാണ്. ഓപ്ഷൻ ബി 6. കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം. കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കൊച്ചിയാണ്. ഓപ്ഷൻ ബി കൊച്ചി. രാജസ്ഥാനിലെ താർ മരുഭൂമി രൂപപ്പെടാൻ കാരണമായ പ്രധാന ഭൂപ്രകൃതി ഘടകം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. പർവ്വതങ്ങൾക്ക് സമാന്തരമായി കാറ്റ് വീശുന്നതിനാൽ തടസ്സങ്ങൾ ഇല്ലാത്ത അവസ്ഥ. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഭൂവിഭാഗങ്ങൾ അറിയപ്പെടുന്നത് പർവ്വതങ്ങൾ. ഹിമാലയം ഏകദേശം എത്ര കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു? ഹിമാലയം ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. 2400 കിലോമീറ്റർ. ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം ഭൗമശിലാപാളികളുടെ ചലനമാണ്. ഭൗമശിലാപാളികളുടെ ചലനമാണ് ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം.
ലോകത്തിലെ ഒരേയൊരു ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഏത്? കേംബുൾ ലംജാവോ ദേശീയോദ്യാനമാണ് ലോകത്തിലെ ഒരേയൊരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബാരാലച്ല ചുരമാണ്. ബാരാലച്ല ചുരം. ദച്ചിങ്ങാം ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ദച്ചിങ്ങാം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ഓപ്ഷൻ ബി ജമ്മു കാശ്മീർ. ഹെമീസ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഹെമീസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ലഡാക്ക്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. കേംബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ ലോക്തക് തടാകത്തിലാണ്. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ലോക്തക് തടാകം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1, 2 എന്നിവ ശരിയാണ്. പ്രസ്താവന 1, 2 എന്നിവ ശരിയാണ്. കേംബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ ലോക്തക് തടാകത്തിലാണ്. ശരിയാണ്. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ലോക്തക് തടാകം. അടുത്ത ചോദ്യം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? സിന്ധു നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊഗർച്ചു ഹിമാനിയിൽ നിന്നാണ്. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നാണ്. ദിബാങ്, ലോഹിത്, മാനസ് എന്നിവ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. ചോദിച്ചിരിക്കുന്നത് ശരിയായവ ഏത് എന്നതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3ഉം ശരിയാണ്. സിന്ധു നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊഗർച്ചു ഹിമാനിയിൽ നിന്നാണ്. ശരിയാണ്. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നുമാണ്. ശരിയാണ്. ദിബാങ്, ലോഹിത്, മാനസ് എന്നിവ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. ശരിയാണ്. അബനീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് എവിടെ? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് കൊൽക്കത്തയിലാണ്. സ്ഥാപിച്ചതാരാണ്? അബനീന്ദ്രനാഥ് ടാഗോർ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. ആറ്റിങ്ങൽ കലാപം 1721. 1721. പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം. പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം 1805 നവംബർ 30. 1805 നവംബർ 30 പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം. പോർച്ചുഗീസുകാരുടെ ഭരണകാലവുമായി ബന്ധപ്പെട്ട പ്രസ്താവന വിലയിരുത്തുക. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട കൊച്ചിയിലെ മാനുവൽ കോട്ടയാണ്. ഗോവ, ദാമൻ, ദിയു എന്നിവ പോർച്ചുഗീസ് അധീനതയിലായിരുന്നു. ഓപ്ഷൻ സി 2ഉം ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? കൊച്ചിയിലെ മാനുവൽ കോട്ടയാണ്. ശരിയാണ്. ഗോവ, ദാമൻ, ദിയു എന്നിവ പോർച്ചുഗീസ് അധീനതയിലായിരുന്നു. ശരിയാണ്. കേരള ചരിത്രത്തിലെ സുപ്രധാന മതപരമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ഉദയം പേരൂർ സുന്നഹദോസ് നടന്ന വർഷം 1599 കൂനൻ കുരിശു സത്യം നടന്ന വർഷം 1653. ഓപ്ഷൻ സി 2ഉം ശരി. ഉദയം പേരൂർ സുന്നഹദോസ് നടന്ന വർഷം 1599. കൂനൻ കുരിശു സത്യം നടന്നത് 1653. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ചു. യോഗക്ഷേമ സഭയുടെ സ്ഥാപനത്തിന് VT ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ശരിയാണ്. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചതാര്? മന്നത്ത് പത്മനാഭൻ. ശരി. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. യോഗക്ഷേമ സഭയുടെ സ്ഥാപനത്തിന് VT ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകി. ശരി. കാർബോഹൈഡ്രേറ്റിലെ പ്രധാന രാസഘടകങ്ങൾ ഏതെല്ലാം? കാർബോഹൈഡ്രേറ്റിലെ പ്രധാന രാസഘടകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. താഴെ പറയുന്നവയിൽ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ഈ യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ ഡച്ചുകാർ വിജയിച്ചു. ഏഷ്യൻ ശക്തിയോട് ഒരു യൂറോപ്യൻ ശക്തി പരാജയപ്പെട്ട ആദ്യ യുദ്ധമാണിത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 1, 3 എന്നിവ ശരിയാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് യുദ്ധം നടന്നത്. ശരിയാണ്.
ഒരു ഏഷ്യൻ ശക്തിയോട് ഒരു യൂറോപ്യൻ ശക്തി പരാജയപ്പെട്ട ആദ്യ യുദ്ധമാണിത്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഈ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സൈനിക കലാപം വെള്ളൂർ കലാപമാണ്. ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ നടന്നത് ഗോത്രവർഗ കലാപമാണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി. 1, 2, 3 ശരിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സൈനിക കലാപം വെള്ളൂർ കലാപം. ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ നടന്നത് ഗോത്രവർഗ കലാപമാണ്. വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായത്. അനുച്ഛേദം 21A പ്രകാരമാണ് ഇത് നടപ്പിലാക്കിയത്. 5 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വന്നു. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 1, 2, 4 എന്നിവ ശരിയാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായത്. ശരിയാണ്. അനുച്ഛേദം 21A പ്രകാരമാണ് ഇത് നടപ്പിലാക്കിയത്. ശരിയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വന്നു. മൂന്നാമത്തെ പ്രസ്താവന തെറ്റ്. ഇവിടെ 5 മുതൽ 14 വയസ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്. 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്